നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJPക്ക് ശക്തമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് അത്യാവശ്യം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവരും പറയും. നേരെ മറിച്ച് അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാതെയാക്കാമായിരുന്നല്ലോ 10 സീറ്റുകൾ LDFും UDFും വീതിച്ചെടുത്തതിന് ശേഷം. ഇത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിലൊരു സാങ്ക്ടിറ്റി ഉണ്ട്. അതല്ലാതെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കരുതായിരുന്നു, ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ വരരുതായിരുന്നു, രാഹുൽ ഗാന്ധി BJPയെ പരാജയപ്പെടുത്തണമായിരുന്നു, BJP രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്ക് പാർലമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയവും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല. വടകരയിലേക്ക് നോക്കൂ. വടകരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആദ്യ പിണറായി സർക്കാരിലെ ഏറ്റവും ജനസമ്മതി ഉണ്ടായിരുന്ന ഒരാൾ, ഒരു മന്ത്രി, ആ ആൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് കോൺഗ്രസിന് കാണിക്കാൻ പറ്റുന്ന ചെറുപ്പത്തിന്റെ ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള ഒരു മുഖം ഷാഫി പറമ്പിൽ മറുഭാഗത്ത് നിൽക്കുന്നു. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? എന്നെ പറ്റിയിട്ട് പോൺ ക്ലിപ്പ് ഉണ്ടാക്കുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും UDFന് ആദ്യം ഉണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ, അല്ലെങ്കിൽ ഓരോ 140 നിയമസഭാ മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലും പോയി ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അവരോട് ചർച്ച ചെയ്യാൻ എന്ന രീതിയിലത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു മന്ത്രിസഭ ഇവിടെ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് വളരെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടന്നിരുന്ന കുറേയധികം മാമാങ്കങ്ങൾ, പല പേരുകളിൽ വിളിക്കുന്ന മാമാങ്കങ്ങൾ, അതേപോലെ തന്നെ പൗരപ്രമുഖരുമായിട്ടുള്ള പല കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം നടന്നതിന് ശേഷവും കേരളത്തിൽ ഇതുവഴി ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായതുള്ളതായിട്ടോ കേരളത്തിന്റെ ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ള ഒരു തലവേദന ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ വന്നതായിട്ടോ അത് ഇംപ്ലിമെന്റ് ചെയ്തതായിട്ടോ നമുക്ക് കാണാനാവുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഇവിടെ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ വലിയ രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള ധൂർത്ത് നടക്കുന്നു എന്നതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാസങ്ങൾ ഇത്രയായതിനു ശേഷവും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ ഷിഫ്റ്റാണ്. അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ണിന് മുന്നിൽ കാണുന്ന കാര്യത്തിലെങ്കിലും വിശ്വസിക്കുക എന്ന് പറയും. പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ ഇവിടെ പാർട്ടി ഗുണ്ടകൾക്ക് യഥേഷ്ടം എന്തും ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകുന്ന രീതിയിലും അതിനൊരു മൗനാനുവാദം എന്നല്ല, അതിന് പരസ്യമായിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റ് തന്നെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ നൽകുന്ന രീതിയിലത്തേക്കുള്ള രക്ഷാപ്രവർത്തനം എന്താണ് എന്നുള്ള നിർവചനം കണ്ടു. ഇന്നും അതിനെ യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ പാർട്ടിയുടെ ആൾക്കാർ, അല്ലെങ്കിൽ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ ബോംബ് സ്ഫോടനത്തിലൊക്കെ തന്നെ പ്രതികളാകുമ്പോൾ അതിൽ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്തെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവിടെ ഓടിക്കൂടിയിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബ്രോഡായിട്ടുള്ള ഒരു കവചം ഇത് വെച്ച് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു. തന്നെയുമല്ല, ഇപ്പൊ 2021 പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അന്നുണ്ടായിരുന്ന കോവിഡിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. ആ സമയത്ത് ഇവിടെ നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു മെജോറിറ്റിയോട് കൂടിയിട്ട് പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല കാരണമായിരുന്നത് കിറ്റുകളായിരുന്നു. എല്ലാവർക്കും അറിയാം, അന്ന് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന, തൊഴിൽ പോലും പലർക്കും നഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് കിറ്റുകൾ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് കിറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിലക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന രീതിയിലത്തേക്ക് സിവിൽ സപ്ലൈസിന്റെ അല്ലെങ്കിൽ സപ്ലൈകോ സ്റ്റോറുകളിലൊക്കെ തന്നെ ഇവിടെ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ഉണ്ടാകേണ്ടുന്ന സ്ഥലത്ത് അതൊക്കെ തന്നെ പലയിടങ്ങളിലും കാലിയായി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളും വന്നു. അതേപോലെ വീട്ടിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൊണ്ടു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരോട് വോട്ട് ചോദിച്ചിരുന്ന ഒരു സർക്കാർ, അത് ഞങ്ങളുടെ ഏറ്റവും വലിയ മേന്മയാണ് എന്ന് പറഞ്ഞിരുന്ന സർക്കാർ, ഇന്ന് അങ്ങനെ ഒരു ക്ഷേമ പെൻഷൻ ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത് അവരുടെ അവകാശമല്ല, അത് ആർക്ക് എപ്പോ ഇങ്ങനെ നൽകണമെന്ന കാര്യത്തിനെ പറ്റി ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നു. കുറെ അധികം മാസങ്ങളായിട്ട് ഇപ്പൊ UDF കുടിശ്ശിക ഞങ്ങളാണ് കൊടുത്തു തീർത്തത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കുടിശ്ശിക വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പണ്ടൊക്കെ വല്ലപ്പോഴും KSRTC-കാരുടെ ജീവനക്കാരുടെ ഇടയിൽ മാത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന രീതിയിലത്തേക്ക് നമ്മൾ കണ്ടിരുന്ന ഈ ശമ്പളം മുടങ്ങുക, ഗഡുക്കളായിട്ട് കെട്ടുക, വൈകി കെട്ടുക തുടങ്ങിയ പ്രതിഭാസം കഴിഞ്ഞ തവണ കേരളത്തിലുള്ള സർക്കാർ ജീവനക്കാർ ഒന്നാകെ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാമ്പത്തികമായിട്ടുള്ള കുത്തഴിഞ്ഞ അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വളരെ വലിയ രീതിയിലുള്ള ധൂർത്ത് നടക്കുകയും മറ്റൊരു ഭാഗത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെയല്ല, സാധാരണക്കാർക്കുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നൽകിയിരുന്നത് അതിനെ പോലും ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലാതെ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ദേശീയ വിഷയം കേരളത്തിലെങ്കിലും ചർച്ചയാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ സാമുദായികമായിട്ടുള്ള കുറേയധികം സമവായ
സമവാക്യങ്ങളുണ്ട്. ആ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനും അതിൽ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നത് ആരെയാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രം CAA പോലെയുള്ള അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല പ്രസംഗങ്ങളിലും പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഒറ്റ ദേശീയ വിഷയം പോലും കേരളത്തിൽ ചർച്ചയാവുന്നില്ല. അങ്ങനെ കേരളത്തിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെയും ഒരു ഇന്ത്യ പ്രവർത്തനമായിരുന്നു. അത് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ നോക്കിയ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ 3 ദേശീയ നേതാക്കൾ, കർണാടകയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള DK ശിവകുമാർ, കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, അതേപോലെ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. എന്നാ കാര്യം? അവിടെ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും കാര്യമാണോ? അല്ല. നേരെ മറിച്ച് മറ്റുള്ള പല സംസ്ഥാനങ്ങളിലേക്കും ഇതേപോലെ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനു പിടിച്ച് അകത്തില്ലാതിരിക്കുന്നു, എന്തിനാണ് അദ്ദേഹത്തിന് സൗജന്യം നൽകുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രി കറക്റ്റാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രിയോട് ചേർന്നുകൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ സഖ്യത്തിനായിട്ട് ഇവരെല്ലാവരും തന്നെ കൈ ഒന്നിച്ച് പൊക്കി നിൽക്കുമെങ്കിലും അദ്ദേഹം കറക്റ്റാണ് എന്നവർ പറയുകയാണ്. അപ്പൊ അത് ഈ ഇക്വേഷൻ കേരളത്തിൽ വർക്ക് ചെയ്യില്ല. കേരളത്തിൽ വർക്ക് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ 2 മുന്നണികൾക്കും പ്രധാനപ്പെട്ട ശക്തിയുണ്ട്. ആ ശക്തിയിൽ പരമാവധി എന്താണ് എന്നുള്ളത് സ്ഥാപിക്കുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പറയാം. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJPക്ക് ശക്തമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് അത്യാവശ്യം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവരും പറയും. നേരെ മറിച്ച് അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാതെയാക്കാമായിരുന്നല്ലോ 10 സീറ്റുകൾ LDFും UDFും വീതിച്ചെടുത്തതിന് ശേഷം. ഇത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൽ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. അതല്ലാതെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കരുതായിരുന്നു, ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ വരരുതായിരുന്നു, രാഹുൽ ഗാന്ധി BJPയെ പരാജയപ്പെടുത്തണമായിരുന്നു, BJP രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിൽക്കണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്ക് പാർലമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയവും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല. വടകരയിലേക്ക് നോക്കൂ. വടകരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആദ്യ പിണറായി സർക്കാരിലെ ഏറ്റവും ജനസമ്മതി ഉണ്ടായിരുന്ന ഒരാൾ, ഒരു മന്ത്രി, ആ ആൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് കോൺഗ്രസിന് കാണിക്കാൻ പറ്റുന്ന ചെറുപ്പത്തിന്റെ ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള ഒരു മുഖം ഷാഫി പറമ്പിൽ മറുഭാഗത്ത് നിൽക്കുന്നു. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? എന്നെ പറ്റിയിട്ട് പോൺ ക്ലിപ്പ് ഉണ്ടാക്കുന്നു, അത് കുടുംബ ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുന്നു, ഞാൻ പറയുന്ന പ്രസ്താവനകൾ വളച്ചൊടിക്കുന്നു, ഇതെല്ലാം തന്നെ സ്ഥാനാർത്ഥിയാണ് ചെയ്യുന്നത്. അപ്പോൾ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ശൈലജ ടീച്ചറിന്റെ ഒപ്പം ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഇരുന്ന് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നുള്ള ഒരു കക്ഷിയുണ്ട്, ആ പുള്ളി ഇതേപോലെ കുറെ കൃത്രിമത്വമൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഇതിന് ഭരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് എന്ന്. ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപമുണ്ട്. ഇതൊക്കെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം തന്നെയാണ്, അതെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഏറ്റവും ചെറിയ കാര്യം, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യം അയച്ചു എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർ ആരാണെങ്കിലും അവരെയും പിടിച്ച് അകത്തിടാമല്ലോ, അവർക്കെതിരെയും കേസെടുക്കാമല്ലോ. നാളെ ഇതുവരെ ഇത്രയും പ്രശ്നമുണ്ടായി, പത്രസമ്മേളനം നടത്തി, പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം ഇത് ഫോർവേഡ് ചെയ്യുകയും കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അയക്കുകയും ചെയ്യുക. ഇത് വാട്സാപ്പ് ഗ്രൂപ്പാണല്ലോ, അല്ലാതെ അനോണിമസ് ആയിട്ടുള്ള ഗ്രൂപ്പൊന്നും അല്ലല്ലോ. അവിടെയൊക്കെ ഇത് ചെയ്തിരിക്കുന്ന എത്ര ആൾക്കാരെ നമുക്കറിയാം.